ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മരണവും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. യേശുക്രിസ്തുള്ള വിശ്വാസം, യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണെന്നുള്ള വിശ്വാസം ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ മരണവും മരണത്തിന് ശേഷവും അത് അനുഗ്രഹമായി തീരുന്നുവെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. ഇന്ന് മനുഷ്യന് ഏറ്റവും ഭയമുള്ള ഒന്നാണ് മരണം. മരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. മരണത്തിൻ്റെ അവസ്ഥയിൽ വരുമ്പോൾ, ഒരുപക്ഷെ രോഗമോ അപകടമോ എന്തെങ്കിലും മരണാസന്നമായ എന്തെങ്കിലും അവസ്ഥകൾ വരുമ്പോൾ ഒരു മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്ര വില കൊടുക്കാനും തയ്യാറാണ്. എന്നാൽ മരണത്തെ സ്നേഹിക്കുന്ന വിശുദ്ധന്മാരെ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മരണത്തെ സ്നേഹിക്കാൻ കാരണം, മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കാരണം? അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയുമാണ്. ഒരു വിശ്വാസിക്ക് മരണം ഒരു സന്തോഷമായി, ഒരു പ്രത്യാശയായി, ഒരു അനുഗ്രഹമായി മാറുന്നു. ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും മരണഭയമുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന വചനത്താൽ വലിയൊരു പ്രത്യാശയും അതോടൊപ്പം മരണത്തെ സ്നേഹിക്കുവാനുള്ള കൃപയും ലഭിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് നാമവുമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്തെ കാത്തിരുന്ന് മരണം പ്രാപിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായം അത് പരിശോധിക്കുമ്പോൾ അവിടെ വിശ്വാസ വീരന്മാരായ, വിശ്വാസത്തിൽ ജീവിച്ച ചില വ്യക്തികളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. അതിൽ കർത്താവിൻ്റെ വചനം എടുത്തു പറയുന്ന വ്യക്തിയാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അബ്രഹാത്തിൻ്റെ ഭാര്യയായ സാറ. ഇവരെല്ലാവരും വാഗ്ദത്ത ദേശത്തെ വിശ്വാസ കണ്ണാൽ കണ്ട് അതിനുവേണ്ടി കാത്തിരുന്ന് മരണം പ്രാപിച്ചവരാണ്. അതിൽ 13-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 11:13 വചനം പറയുന്നു, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. അപ്പോൾ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ ഒരു മരണമുണ്ട്. പല രീതിയിലുള്ള മരണമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന മരണമാണ് വിശ്വാസ മരണം. ഇത് പ്രാപിച്ച വ്യക്തികളെക്കുറിച്ചാണ് വചനം പറയുന്നത്. അവർ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായി ജീവിച്ചു. പരിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ഈ ജഡത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതായത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചൊരു പ്രത്യാശയാണ് പരിശുദ്ധനായ പൗലോസിനെ വെളിപ്പെടുത്തുന്നത്. ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട്, യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് ഈ ലോകം ഒരു പരദേശവാസമാണ്. നമുക്കറിയാം, അബ്രഹാം എല്ലായിടത്തും കൂടാരമടിച്ചിരുന്നു, കൂടാരത്തിൽ പാർത്തിരുന്നു. കാരണം ദൈവം എപ്പോഴാണോ ഇവിടുന്ന് അന്യദേശത്തേക്ക് യാത്ര ചെയ്യാൻ പറയുമ്പോൾ ഉടനെ കൂടാരം പൊളിച്ചുകൊണ്ട് അടുത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരമാകുന്ന കൂടാരം ദൈവം അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ ഈ കൂടാരം ഇവിടുന്ന് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വസിക്കുന്ന ഈ ലോകം നമുക്ക് പരദേശവാസമാണ്. നമ്മുടെ സ്വന്തം ദേശം ഇതല്ല. നമ്മളിവിടെ പരദേശികളാണ്. വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ്തു മുഖാന്തരം ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകം ഒരു പരദേശവാസമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ദേശം സ്വർഗമാണ്, നിത്യജീവനാണ്. അതായത് നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. അതും നിത്യജീവൻ പ്രാപിക്കാനുള്ള മുഖാന്തരവും വിശ്വാസം തന്നെയാണ്. യേശുക്രിസ്തുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്നത്. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ന്യായവിധിയിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മരണമുണ്ട്.
മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായി നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കണം. ഇതൊന്നും അറിയാത്ത, ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത എത്രയോ വ്യക്തികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നു. അതൊരു വ്യക്തിയാണോ ഞാനൊന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. എനിക്കൊരു മരണമുണ്ട്, മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ കർത്താവിന്റെ വചനം ഇവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. മനുഷ്യൻ്റെ ന്യായവിധിക്ക് വേണ്ടി ദൈവം ഒരു സിംഹാസനം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്കായി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊരു സത്യം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. ഈ ന്യായവിധി എല്ലാവർക്കുമായിട്ടുള്ളതാണ്. കർത്താവിന്റെ വചനം പറയുന്നു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരൂശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്യുന്നു. അതായത് നെല്ലും പതിനും വേർതിരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. അതായത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം ഈ സത്യം അറിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ അത് വെളിപ്പെടുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ മരണത്തിന് ശേഷം ഒരു ന്യായവിധി ഉണ്ട്. അതെല്ലാ മനുഷ്യനും ആ ന്യായവിധിയുടെ മുന്നിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ ഇതാ യേശുക്രിസ്തു നമ്മെ വെളിപ്പെടുത്തുന്ന രഹസ്യം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. കാരണം ന്യായം വിധിക്കുന്നതും വിധികർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനം മുമ്പാകെ, ന്യായവിധിന് മുമ്പാകെ നാം നിൽക്കാതിരിപ്പാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എന്താണ് ന്യായവിധി എന്ന് അതിനടുത്ത വാക്യത്തിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു എന്ന് തന്നെയാണ് ന്യായവിധി. അതായത് മനുഷ്യൻ്റെ പാപമാണ് അവനെ ന്യായം വിധിക്കുന്നത്, അവൻ്റെ ദുഷ്ടതയാണ് അവനെ ന്യായം വിധിക്കുന്നത്. അപ്പോൾ പാപം ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസ ജീവൻ നയിക്കുന്ന വ്യക്തിക്ക് പിന്നെ ന്യായവിധിയില്ല. യേശുക്രിസ്തു മുഖാന്തരം യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട, പാപത്തെ കഴുകിക്കളഞ്ഞ, പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ന്യായവിധിയില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുവാൻ കർത്താവ് ന്യായവിധിയുടെ കാറ്റിനെ, ദഹനത്തിൻ്റെ കാറ്റിനെ അയക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണെന്നുള്ള വിശ്വാസം നമുക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ മുഖാന്തരമായി തീരും. ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന വ്യക്തിക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്. നിത്യജീവനെ കുറിച്ച് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ആർക്കാണ് നിത്യജീവൻ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവക്രോധം എന്ന് പറയുന്നത് ന്യായവിധിയിൽ ലഭിക്കുന്ന നിത്യമരണമാണ്. ദൈവക്രോധം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയാണ്. അപ്പോൾ മരണത്തിന് ശേഷം ന്യായവിധി ഉണ്ട്. ന്യായവിധിയിൽ ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന മരണാനന്തര ജീവിതമാണ് നിത്യജീവൻ, സ്വർഗരാജ്യമെങ്കിൽ ന്യായവിധിയിൽ പാപം ചെയ്ത വ്യക്തിക്ക് ലഭിക്കുന്ന പാപത്തിൻ്റെ ശമ്പളമാണ് രണ്ടാമത്തെ മരണമായ നിത്യനരകം.
വെളിപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ്, ഈ അഗ്നി നരകമാണ് രണ്ടാമത്തെ മരണം. ഈ നിത്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വീണ്ടും യേശു ക്രിസ്തു അത് വ്യക്തമായിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 24 വാക്യം. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ടെന്ന് വ്യക്തമായിട്ട് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് എങ്ങനെ ആ നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുമെന്ന് യേശു ക്രിസ്തു ഒരിക്കലും കുറച്ചുകൂടി വ്യക്തമായിട്ട് വീണ്ടും വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം. അതായത് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ദൈവമാണ്. അവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ ക്രൂശിൽ കീറി മുറിക്കപ്പെട്ടു. എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചു. ആ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായി മരിച്ച ആ യേശു ക്രിസ്തു ഇന്നും എനിക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും മുറിച്ചു തരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. റോമലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, പാപ പരിഹാര ബലിയായി തീരുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം പരസ്യമായി നിർത്തിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ പരസ്യമായി ചിന്തിയ രക്തം, മുറിക്കപ്പെട്ട ശരീരം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ആ യേശുവിൻ്റെ ശരീരം 2000 വർഷങ്ങൾക്ക് മുമ്പ് മുറിക്കപ്പെട്ട അതേ ശരീരം ഇന്നും യേശു പാപികൾക്ക് വേണ്ടി പാപത്തിൻ്റെ ശമ്പളമായ നിത്യ നരകത്തിൽ നിന്ന് നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ശരീരം ഇന്നും കീറി മുറിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഓരോ വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്, അനുഭവിക്കുന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി കീറി മുറിക്കപ്പെട്ട എൻ്റെ യേശുവിൻ്റെ അതേ ശരീരമാണ്, അതേ രക്തമാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ എനിക്ക് വേണ്ടി മുറിക്കപ്പെടുന്നത്, ചിന്തപ്പെടുന്നത്. ആ യേശുവിൻ്റെ ശരീര രക്തവും നാം അനുഭവിക്കുമ്പോൾ അത് യേശുവിൻ്റെ ശരീരമാണ്, രക്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തിയ കാരണം യേശുവിൻ്റെ ശരീര രക്തവും അനുഭവിക്കുന്നതിലൂടെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ നാം നിത്യജീവൻ പ്രാപിക്കും. കാരണം യേശുക്രിസ്തുവാണ് നിത്യജീവൻ. അത് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് യേശുക്രിസ്തു അത് വെളിപ്പെടുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് നിത്യജീവനെ കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു. ആരാണ് നിത്യജീവൻ? യേശുക്രിസ്തുവാണ്. യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി, വിശ്വാസത്താൽ യേശുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തു നിത്യജീവനായി മാറുകയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. നിത്യജീവനാകുന്ന യേശുവിനെ നാം സ്വീകരിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കീറി മുറിച്ചു തന്ന യേശുവിൻ്റെ ശരീര രക്തവും സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്ന വ്യക്തി യേശുക്രിസ്തുവാകുന്ന നിത്യജീവൻ സ്വന്തമാക്കുകയാണ്, അനുഭവിക്കുകയാണ്, അതിന് അവകാശിയായി മാറുകയാണ്. അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു വ്യക്തി മരണത്തിന് ശേഷവും ജീവിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഒരു മരണമില്ല. അതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. മരണത്തിന് ശേഷവും മനുഷ്യൻ്റെ ആത്മാവ് ജീവിക്കുന്നു എന്നുള്ള സത്യം
ഇതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുക. നമ്മുടെ എല്ലാം ജീവിതം ഈ ലോകത്തിൽ തീർന്നു പോകുന്നതാണ്. ഈ ലോകം കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ നമുക്കതിനെക്കുറിച്ച് ഭാവന കാണാനോ നമുക്ക് വിശ്വസിക്കാനോ കഴിയാത്ത ഒരു വ്യക്തി ജീവിതമാണ് നമ്മളിന്ന് നയിക്കുന്നതെങ്കിൽ ഈ സത്യം വ്യക്തമായിട്ട് വചനത്തിൻ്റെ പൊരുളനുസരിച്ച് തിരിച്ചറിയണം. അതായത് മരണത്തിന് ശേഷം മനുഷ്യൻ ജീവിക്കുന്നു എന്നൊരു സത്യം തിരിച്ചറിയണം. മനുഷ്യന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ശരീരത്തിന് ആത്മാവ് വേർപെട്ടാൽ ആത്മാവിൽ മനുഷ്യൻ ജീവിക്കുന്നു എന്നൊരു സത്യം തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്ന ചില രഹസ്യങ്ങൾ കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയൻ്റെതിനും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷി ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇത് പരിശുദ്ധനായ പൗലോസ് എഴുതിയിരിക്കുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ സാക്ഷ്യമാണ്. അതായത് ഇത് എവിടെ നിന്നാണ് എഴുതിയിരിക്കുന്നത്? ഇത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ ദൈവമായ കർത്താവ് കായേനോട് പറയുന്ന സംഭാഷണത്തിൽ നിന്നാണ് പരിശുദ്ധനായ പൗലോസ് ഇത് എടുത്തെഴുതിയിരിക്കുന്നത്. അവിടെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ അരുളി ചെയ്തു, നീ എന്തു ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അതായത് കായൻ ഹാബേലിനെ അടിച്ചു കൊന്നു. കായൻ ഹാബേലിനെ കൊന്നപ്പോൾ എന്നേക്കുമായി ഹാബേൽ ലോകത്ത് മരണം വഴി മാറ്റപ്പെട്ടുവെങ്കിലും ദൈവമായ കർത്താവ് കായനോട് പറയാം, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അവൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഈ രക്തമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ, ആത്മാവ് നിലനിൽക്കുന്ന രക്തത്തിലാണ്, ജീവൻ നിലനിൽക്കുന്ന രക്തത്തിലാണെന്ന് വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രക്തം നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, രക്തം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് സംസാരിക്കുന്നു. അതായത് ഹാബേൽ മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടു. കായൻ ഹാബേലിനെ അടിച്ചു കൊന്നു. മരണം വഴി മാറ്റപ്പെട്ട ഈ ഹാബേൽ ദൈവസന്നിധി നിലവിളിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. അതാണ് പരിശുദ്ധനായ പൗലോസ് മരണശേഷവും ഹാബേൽ സംസാരിക്കുന്നു, ഹാബേലിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. അപ്പോൾ മരണത്തിന് ശേഷം മനുഷ്യന് സംസാരിക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നത് യേശു വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഇത് പലരും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെന്ന് തെറ്റിദ്ധാരണയോടെ പറയാറുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മോശയുടെ കാലത്ത് നടന്നൊരു സംഭവമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, അവിടെ രണ്ട് വ്യക്തികളെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ വചനം പറയുന്നതാണ്, ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ പടിവാതിൽ ലാസർ എന്ന പേരുടെ ദരിദ്രൻ വ്രണം നിറഞ്ഞവനായ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്നു. ഇവർ രണ്ടുപേരും മരിച്ചു. മരണത്തിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ധനവാനും മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരെ നിന്ന് അബ്രാഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. മരണത്തിന് ശേഷം രണ്ടുപേർ രണ്ട് വഴിയിലേക്ക് പോവുക. ധനവാനായ മനുഷ്യൻ ഒരു വഴിയിലേക്ക്, ലാസർ വേറൊരു വഴിയിലേക്ക്. ഇവിടെ ധനവാനായ മനുഷ്യൻ യാതനാ സ്ഥലത്താണ് നടക്കുന്നത്, വേദന അനുഭവിക്കുന്ന സ്ഥലത്താണ് നടക്കുന്നത്. അതായത് ഒരു തീയുടെ അനുഭവത്തിലാണ് കിടക്കുന്നത്. യാതനാ സ്ഥലത്ത് വേദന അനുഭവിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇതാ മുകളിൽ അബ്രാഹാമിൻ്റെ മടിയിൽ ലാസറിനെ കാണുന്നു. അപ്പോൾ മരണത്തിന് ശേഷം ആത്മാവിന് കാണാൻ സാധിക്കുമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് വചനം വെളിപ്പെടുത്തിയ. അതുമാത്രമല്ല, അടുത്ത വാക്യത്തിൽ, അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഈ ധനവാനായ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അബ്രാഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്നും തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവൻ അബ്രഹാം പിതാവിനെ കാണുന്നു, ലാസറിനെ കാണുന്നു. നമുക്ക് കാണാൻ സാധിക്കുക മാത്രമല്ല, സംസാരിക്കുന്നു. അബ്രഹാം പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിലവിളിക്കുക. അവൻ ലാസറിൻ്റെ വിരലിൻ്റെ ആഗ്രഹം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനൊന്ന് തൊടിയിക്കണം, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അപ്പോൾ മനുഷ്യന് മരണത്തിന് ശേഷം വേദന അനുഭവിക്കാൻ സാധിക്കും.
അവന് വിരലുണ്ട്, അവന് നാവുണ്ട്. അപ്പോൾ മനുഷ്യൻ ശരീരത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാം അവയവമുണ്ടോ, എന്തെല്ലാം വൈകാരികമായ അനുഭവങ്ങൾ ആ മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്നു, അതെല്ലാം മരണത്തിന് ശേഷം ആത്മാവിൽ അത് സാധിക്കുമെന്ന് ഇവിടെ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അബ്രഹാം പിതാവ് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അബ്രഹാം പിതാവ് പറയുന്നത്, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. കണ്ടോ, അബ്രഹാം പിതാവ് തിരിച്ച് സംസാരിക്കുക. അബ്രാഹത്തിൻ്റെ സ്വരം ഈ ധനവാനായ മനുഷ്യൻ കേൾക്കുകയാണ്. അതായത് ഇവിടെ മരണത്തിന് ശേഷം മനുഷ്യന് സംസാരിക്കാനും കാണാനും കേൾക്കാനും വേദനകൾ അനുഭവിക്കാനും കഴിയുമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കഥ. അങ്ങനെയാണെങ്കിൽ മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ ജീവിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ യേശുക്രിസ്തു വെളിപ്പെടുത്തി. ഇത് മാത്രമല്ല, ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട്. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, താബോർ മലയിൽ യേശു രൂപാന്തരപ്പെടുന്ന സമയത്ത് യേശുവിൻ്റെ മുന്നിൽ ഇതാ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് അവിടെ ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശിഷ്യന്മാർ കാണുന്നൊരു കാഴ്ചയാണ്. പത്രോസും യോഹന്നാനും യാക്കോബും കണ്ണ് തുറന്ന് കാണുകയാണ്. ഇതാ യേശു രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് നിൽക്കുമ്പോൾ അതേ രൂപത്തിൽ മോശയും ഏലിയാവും. അവിടെ വചനം പറയുന്നത്, മത്തായി സുവിശേഷം 17-2-3 വാക്യങ്ങൾ, അവിടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു, അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. യേശുവിൻ്റെ ശിഷ്യന്മാർ കണ്ടൊരു കാഴ്ചയാണ്. ഇതാ മരിച്ചുപോയ മോശ, എടുക്കപ്പെട്ട ഏലിയാവ്, ഇവർ രണ്ടുപേരും ഇതാ യേശുവിനോട് സംസാരിക്കുന്നു. മരണശേഷം ആത്മാവിന് മനുഷ്യൻ സംസാരിക്കുന്നു എന്ന് ഇവിടെ തെളിവാണ് ഈ വാക്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ മരണത്തിന് ശേഷം ഒരു മനുഷ്യന് ജീവിതമുണ്ട് എന്ന് കർത്താവിന്. ആർക്കാണ് ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ മരിക്കുന്ന, യേശുക്രിസ്തു മുഖാന്തരം ന്യായവിധിയെ ജയിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താവിന് വചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. അതായത് മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ്റെ ആത്മാവ് ജീവിക്കുന്നു എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മരണമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരണത്തെ ജയിച്ച് നിത്യജീവനിൽ പ്രവേശിക്കുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വിശ്വാസ മരണം പ്രാപിക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ന്യായവിധിയെ ജയിക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി നിത്യജീവൻ പ്രാപിക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി മരണാനന്തരം ജീവിക്കുന്നു. മോശയെപ്പോലെ, ഏലിയാവിനെ പോലെ യേശുവിനോടുകൂടെ ജീവിക്കുന്നതായി കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നുള്ള വലിയ പ്രത്യാശയും ധൈര്യവും നമുക്ക് നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണം എപ്പോൾ വന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ യേശുക്രിസ്തു മുഖാന്തരം എനിക്കൊരു നിത്യരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്, നിത്യമായൊരു ജീവിതമുണ്ട്. യേശുവിനോടുകൂടെ, വിശുദ്ധന്മാരോട് കൂടെ, മാലാഖമാരോട് കൂടെ സ്വർഗത്തിൽ നിത്യം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ഇന്ന് വിശ്വാസത്താൽ കാണുന്ന യേശുവിനെ അന്ന് മുഖാമുഖം കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്, ഒരു നാളുകൾ ഉണ്ട്, ഒരു കാലമുണ്ട് എന്നുള്ള വലിയ പ്രത്യാശ ഒരു മനുഷ്യനെ മരണഭയത്തിൽ നിന്ന് വിശ്വാസം മുഖാന്തരം രക്ഷിക്കുന്നു. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകടയ്ക്കാം. വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ സ്വീകരിക്കാം. യേശുക്രിസ്തു മുഖാന്തരം നല്ല വിശ്വാസ മരണം പ്രാപിക്കുവാൻ, യേശുക്രിസ്തു മുഖാന്തരം
ന്യായവിധിയെ ജയിക്കുവാൻ, യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവനം പ്രാപിക്കുവാൻ, യേശുക്രിസ്തു മുഖാന്തരം യേശുവിനോട് നിത്യമായ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിച്ചതുപോലെ കർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന ഒരു നല്ല നാൾ വിശ്വാസത്താൽ ദർശനം കണ്ടുകൊണ്ട്, ഭാവന കണ്ടുകൊണ്ട് എല്ലാം മരണഭയത്തെ അതിജീവിക്കുന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വേദനയും ദുഃഖവും ദാരിദ്ര്യവും കഷ്ടതയും സഹനവും അനുഭവിച്ച് മരണത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഈ കേൾപ്പിച്ച വചന മുഖാന്തരം ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശ നൽകണം കർത്താവെ. ഞങ്ങൾക്ക് നല്ലൊരു മരണമുണ്ട്. ഒരു വിശ്വാസിയായി എനിക്കൊരു വിശ്വാസ മരണമുണ്ട്. അതിനപ്പുറം ഒരു ന്യായവിധിയെ എനിക്ക് ജയിക്കാൻ സാധിക്കും. അതിനപ്പുറമായിട്ട് എനിക്ക് നിത്യജീവനുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമെന്നുള്ള വലിയ ബോധ്യം കർത്താവെ ഈ വചനം കേൾക്കുന്ന, ഈ സ്വരം കേൾക്കുന്ന എല്ലാവർക്കും നൽകണം. ഇത് മുഖാന്തരം അവരുടെ വിശ്വാസം വർദ്ധിക്കണം, പ്രത്യാശ നൽകണം, മരണഭയം വിട്ടുമാറിപ്പോകണം. എൻ്റെ ശരീരം വിട്ടുപിരിഞ്ഞ് യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധനായ പൗലോസിനോടൊപ്പം പറയാൻ കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയോടൊപ്പം വിശുദ്ധന്മാരോടൊപ്പം മാലാഖമാരോടൊപ്പം നിത്യം ദൈവത്തെ സ്തുതിക്കുവാൻ, ആ സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ നിത്യജീവൻ പ്രാപിച്ച സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വപ്പെടുത്തിയിരിക്കുന്ന സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.